നമസ്കാരം. 30 വർഷങ്ങൾക്ക് ശേഷം സമസപ്തമ രാജയോഗം രൂപം കൊള്ളുകയാണ് ഈ വരുന്ന ജൂലൈ 1 മുതൽ. ഇവിടെ ശനി ജൂലൈ മാസത്തിൽ വക്രഗതി സഞ്ചാരം നടത്തുകയാണ്. കൂടാതെ ബുധനുമായി ചേർന്നാണ് സമസപ്തമ യോഗം രൂപം കൊള്ളുന്നത്. ഇത് 12 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. എങ്കിലും ഭാഗ്യാധിക്യം ധാരാളമായി എത്തുന്നത് 4 രാശിക്കാർക്കായിരിക്കും. ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്, പുരോഗതി വന്നു ചേരുന്നതാണ്. ഏത് കാര്യത്തിനും ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയവും കൂടിയാണ് സമസപ്തമ രാജയോഗം പ്രദാനം ചെയ്യുന്നത്. ഇതിൻ്റെ ഫലമായി മാറ്റങ്ങൾ വരുന്ന ആ 4 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കാവുന്നതാണ്. അവർ നടത്തേണ്ട ക്ഷേത്ര ദർശനങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം അതേ പറഞ്ഞ കണക്കിനുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് ഈ ഫലം പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് സഹായിക്കും. പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഓരോ സമയവും ക്ഷേത്ര ദർശനം നടത്താൻ. എങ്കിൽ മാത്രമേ ഈ ഫലങ്ങളൊക്കെ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുമാത്രമല്ല ഈശ്വരാധീനവും പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ.